ചൂരൽമല ദുരന്തം വയനാട് കളക്ടർക്കെതിരെ നടപടി. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതാശ്വാസ ഫണ്ട് വിതരണം ചെയ്യുന്നതിലെ കാലതാമസത്തെ തുടർന്ന് വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീക്ക് വ്യക്തിപരമായ ബാധ്യതയായി കണ്ട് നടപടിയെടുക്കുമെന്ന് സർക്കാർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ജില്ലാ ഭരണകൂടത്തിന്റെ മേൽ ആരോപിക്കപ്പെടുന്ന ഈ കാലതാമസത്തിന് ട്രഷറി നിയന്ത്രണങ്ങളും സാമ്പത്തിക വർഷാവസാനത്തെ ഫണ്ട് ലാപ്താക്കലും വലിയൊരു കാരണമായിട്ടുണ്ടെന്നാണ് ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നത്. ചീഫ് സെക്രട്ടറി ജയതിലകത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് പിന്നാലെ ദുരന്ത നിവാരണ വകുപ്പ് കളക്ടർക്ക് ശക്തമായ ഭാഷയിൽ കത്തയച്ചതായി രേഖകൾ വ്യക്തമാക്കുന്നു. ദുരന്ത ബാധിത കുടുംബങ്ങളുടെ വായ്പാ ബാധ്യതകൾ ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം നടപ്പാക്കുന്നതിൽ വരുത്തിയ കാലതാമസത്തെക്കുറിച്ച് വിശദീകരണം ആവശ്യപ്പെട്ട് മെയ് 13 അഡീഷണൽ സെക്രട്ടറി ബിന്ദു സി വർഗീസ് ഈ കത്തയച്ചത്. ജില്ലാ ഭരണകൂടം തന്നെ ആദ്യം നിർദ്ദേശിക്കുകയും മന്ത്രിസഭയുടെ അംഗീകാരത്തിന് അടിസ്ഥാനമാവുകയും ചെയ്ത അതേ മാനദണ്ഡങ്ങളെക്കുറിച്ചും ഗുണഭോക്താക്കളുടെ വിവരങ്ങളെക്കുറിച്ചും വീണ്ടും എന്തിനാണ് വ്യക്തത തേടുന്നതെന്ന് കത്തിൽ ചോദ്യം ബിന്ദു വർഗീസ് കളക്ടറോട് ഉന്നയിക്കുന്നുണ്ട്. ജനുവരി 29 സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടും സർക്കാർ അനുവദിച്ച തുക 5 മാസം കഴിഞ്ഞിട്ടും ബാങ്കുകളിലേക്ക് വിതരണം ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്നും കത്തിൽ ചോദിക്കുന്നുണ്ട്. അഡീഷണൽ സെക്രട്ടറിയായ ബിന്ദു വർഗീസ് ജില്ലാ കളക്ടറോട് ഉപയോഗിച്ച പരുഷമായ ഭാഷ സെക്രട്ടേറിയറ്റ് വൃത്തങ്ങൾ ചർച്ചയായിട്ടുണ്ട്. എന്നാൽ സെക്രട്ടേറിയറ്റിലെ തന്നെ ഭരണപരമായ നടപടിക്രമങ്ങളും ട്രഷറി സംബന്ധമായ പ്രശ്നങ്ങളുമാണ് ഈ കാലതാമസത്തിന് പ്രധാന കാരണമായതെന്ന് മറ്റ് ഔദ്യോഗിക രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് ലഭ്യമായ സെക്രട്ടേറിയറ്റിലെ ഡിജിറ്റൽ ഫയൽ ട്രാക്കിംഗ് സിസ്റ്റം അനുസരിച്ച് ഇതിനാധാരമായ ഫയൽ മാർച്ച് 15 മുതൽ മെയ് 6 വരെ സെക്രട്ടേറിയറ്റിലെ ദുരന്ത നിവാരണ വകുപ്പിനുള്ളിൽ തന്നെയാണ് വിവിധ സെക്ഷനുകളിലായി കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കത്തയച്ച ബിന്ദു വർഗീസും വകുപ്പ് സെക്രട്ടറി രാജമാണിക്യവും ചീഫ് സെക്രട്ടറി ജയതിലകും കൈകാര്യം ചെയ്ത വകുപ്പിൽ മാസങ്ങളോളം ഫയൽ കൈവശം വെച്ചതായി ഡിജിറ്റൽ ഫയൽ ട്രാക്കിംഗ് സിസ്റ്റം കാണിക്കുന്നുണ്ട്. കൂടാതെ മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ഇരകൾക്കുള്ള ഉപജീവന സഹായത്തിനായി നേരത്തെ അനുവദിച്ച തുക യഥാസമയം ബന്ധപ്പെട്ട അക്കൗണ്ടിലേക്ക് മാറ്റാൻ കഴിയാത്തതിനാൽ സാമ്പത്തിക വർഷാവസാനത്തോടെ ലാപ്സ് ആയതായി ഏപ്രിൽ 17 ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി കെ ബിജു പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവിൽ സമ്മതിക്കുന്നുണ്ട്. ഉപജീവന സഹായത്തിനായി ആദ്യം 6 കോടി രൂപയാണ് അനുവദിച്ചിരുന്നത്. ഇതിൽ 3.19 കോടി രൂപ ഏപ്രിൽ ജൂൺ 2026 കാലയളവിലേക്കുള്ളതായിരുന്നു. എന്നാൽ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് ഈ തുക വയനാട് കളക്ടറുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ സാധിക്കാത്തതിനെ തുടർന്ന് ഫണ്ട് തനിയെ ലാപ്സ് ആവുകയായിരുന്നു. തുടർന്ന് ദുരന്തബാധിതർക്ക് ഉപജീവന സഹായം തുടരുന്നതിനായി 3.19 കോടി രൂപ സർക്കാർ വീണ്ടും അനുവദിച്ചു. വർഷാവസാനത്തെ സാമ്പത്തിക ക്ലോസിംഗുമായി ബന്ധപ്പെട്ട ട്രഷറി നിയന്ത്രണങ്ങൾ ഫണ്ട് കൈമാറ്റത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ വയനാട് കളക്ടറെ ഏപ്രിൽ 18 അറിയിച്ചത് ചീഫ് സെക്രട്ടറിയുടെ വാദം പൊളിക്കുന്നു. മേഘശ്രീയോടുള്ള ബിന്ദു വർഗീസിന്റെ വ്യക്തിവൈരാഗ്യമാണ് അവർക്കെതിരെയുള്ള അച്ചടക്ക നടപടിക്ക് കാരണമെന്ന് കളക്ടറോട് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു. ചീഫ് സെക്രട്ടറി ബിന്ദുവിന്റെ പക്ഷം പിടിച്ചതോടെ കളക്ടർ ഒറ്റപ്പെട്ടു. മാത്രമല്ല ഏപ്രിൽ 18 സെക്രട്ടറി ബിജു ഒപ്പിട്ട മറ്റൊരു കത്തിൽ വർഷാവസാന സാമ്പത്തിക ക്ലോസിംഗുമായി ബന്ധപ്പെട്ട ട്രഷറി നിയന്ത്രണങ്ങൾ ഫണ്ട് കൈമാറ്റത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് സർക്കാർ വയനാട് കളക്ടറെ അറിയിച്ചു. ട്രഷറി നടപടിക്രമങ്ങൾ സാധാരണ നിലയിലായാൽ ഉടൻ തുക കൈമാറണമെന്ന് കത്തിൽ നിർദ്ദേശിച്ചു. സർക്കാരിന്റെ സ്വന്തം രേഖകളിൽ അംഗീകരിച്ചിട്ടുള്ള വ്യവസ്ഥാപിത സാമ്പത്തിക നടപടിക്രമ തടസ്സങ്ങൾ മൂലമുണ്ടാകുന്ന കാലതാമസത്തിന് ഫീൽഡ് ലെവൽ ഉദ്യോഗസ്ഥരെ അന്യായമായി കുറ്റപ്പെടുത്തുന്നുണ്ടോ എന്നതിനെക്കുറിച്ചും ഫയൽ അന്വേഷണം ഇപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കിടയിൽ ചർച്ചയ്ക്ക് തുടക്കമിട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.